എങ്ങനെയുണ്ട് അപ്പച്ച? സൂപ്പറാണ്. ഹായ് ഗായ്സ്, നമുക്കിന്ന് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളിവിടെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ഈ കപ്പ വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സവാള, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമുക്കിതുപോലെ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഏകദേശം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പാൻ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരുന്ന ആ മുളക് നമ്മൾ ഇതിനകത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഉടച്ച് വെച്ച ഈ കപ്പ ഉണ്ടല്ലോ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. ഓക്കെ, ഇനി തേങ്ങാപ്പാൽ ചേർത്ത് ഈ കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് താളിക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മളിനി കടുക്, സവാള, കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ മാത്രം നമുക്ക് കുരുമുളകും ജീരകം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലിട്ട് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമ്മളിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഭവസമൃദ്ധമായ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തേങ്ങാപ്പാലിൽ പാകം ചെയ്ത ഈ പാൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് ഈ പാൽക്കപ്പേൻ്റെ കൂടെ ചിക്കൻ കറിയും ഒക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും വളരെ രുചികരമാണ് പാൽക്കപ്പ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട് അപ്പച്ച? സൂപ്പറാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഈ രീതിയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും പിന്നെയും നിങ്ങളിതുണ്ടാക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.